കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് തുറന്നാലും ഒക്കെ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ബുക്ക് മാർക്ക് മേക്കിംഗ്. നല്ല പിൻട്രസ്റ്റി ആയിട്ടുള്ള ബുക്ക് മാർക്ക് മേക്കിംഗ്. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് ആപ്പിൽ കയറി നോക്കിയപ്പോൾ ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി വലിപ്പത്തിലും ഭംഗിയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഈ ബുക്ക് മാർക്ക് എന്തിനാ എനിക്ക് എന്ന് ചിന്തിക്കുന്നവരോട്, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളൊരമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ ഉണ്ടാക്കി ഒന്ന് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അവരും അറിയട്ടേന്നേ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചെറിയ ക്രാഫ്റ്റ് വർക്ക് പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത്, നിങ്ങൾക്കും ഇതൊക്കെ പറ്റും എന്നുള്ളതും. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ചെറിയ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിലവിൽ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ. ഇനി കട്ടിയുള്ള പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റും ആയാലും എടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സെല്ലോ ടാപ്പ്, നല്ല പ്ലെയിൻ ആയിട്ടുള്ള സെല്ലോ ടാപ്പ് ഇതുപോലെ നിവർത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ പേപ്പർ അങ്ങോട്ട് വെക്കുക. കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് കുറച്ചുകൂടെ പിൻട്രസ്റ്റി ആയിട്ട് നല്ല എസ്തെറ്റിക് ആയിട്ട് വെക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ ഇലകളും അതുപോലെ പൂക്കളുടെ ഇതളുകളും, അത് ഈവൻ ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും കിട്ടാനില്ല. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് കളർ പെൻസിലും മാർക്കറും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പം ഈ തട്ടി കൂട്ടുന്നത്. ഞാൻ ഓർത്തു എനിക്കൊരു 2 ബുക്ക് മാർക്ക് വേണം, 2 എണ്ണം എൻ്റെ മോന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളതാണ് ഞാനിപ്പോൾ നിലവിൽ എടുത്തേക്കുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോ ഏകദേശം 5.5 മിനിറ്റ് ഉണ്ട്. ഞാൻ ഇതിലുണ്ടാക്കുന്നത് മൊത്തം 5 ബുക്ക് മാർക്കാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ 5 മിനിറ്റിലേക്ക് കടന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ലോങ് ആയിട്ട് തോന്നുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. മാക്സിമം ചുരുക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത്, മാക്സിമം സ്പീഡിലിട്ടിട്ടുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്യാൻ മാത്രം നമുക്ക് അറിയണമെന്നുള്ളൂ. അപ്പോൾ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ 2ഉം 3ഉം ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 4മത്തേൽ എന്ത് ചെയ്യുന്ന അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ കുറച്ച് ഗ്ലിറ്റേഴ്സ് കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ഉള്ളിൽ ഗ്ലിറ്റേഴ്സ് വെച്ച് ഫില്ല് ചെയ്തു. നിങ്ങൾ നാട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം പച്ചപ്പ് ഹരിതാഭയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇലകളോ ഉണങ്ങിയ പൂക്കളോ ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് എത്രമാത്രം യൂസബിൾ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിഹൗ നല്ല ഭംഗിയാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഉടനെ ഒരെണ്ണം ടീച്ചർക്ക് വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ കാലിഗ്രാഫിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെറിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ആക്കി എഴുതി നമുക്കതും സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഒരു ബുക്ക് മാർക്ക് ആക്കാവുന്നതേ ഉള്ളൂ. ഒരു കത്രികയും 5-10 സ്കെച്ച് പെൻസിലും ഒരു മാർക്കറും കുറച്ച് ഗ്ലിറ്ററും സെല്ലോ ടാപ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റിക്കേഴ്സ് എൻ്റെ മുൻപേ ഉണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വലിയ ബുക്ക് മാർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെല്ലോ ടാപ്പ് ചെറുതാണെന്നുണ്ടെങ്കിൽ സസൂക്ഷ്മം 2 പെയറായിട്ട് എടുത്ത് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം എഴുതാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് എഴുതി, വലിയ ഡെക്കറേഷനൊന്നും വേണ്ടെന്നേ, കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ പോലും അത് ഭയങ്കര എസ്തെറ്റിക് ലുക്കായിട്ട് കാണാനുണ്ടാവും. അപ്പോൾ എങ്ങനെയാ, ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ വീഡിയോസ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് മുത്തും പവിഴും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടു കേട്ടോ. നമ്മുടെ മാലയുടെ മുത്ത് വെച്ചിട്ട് ചെയ്യാം, അതുപോലെ നമ്മുടെ കയ്യിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, സീക്വൻസസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇലയും പൂക്കളൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. ഇനി അടുത്ത പരിപാടി, നമുക്ക് ചെറിയൊരു പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ പഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഓരോ ബുക്ക് മാർക്കും ഇതുപോലെ ചെറിയ ഹോളായിട്ടിടാം. എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഉള്ളത് കൊണ്ടാണ്
ഞാനത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതുള്ള സ്ഥലത്ത് പോയി ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷനും ഫിനിഷിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ എന്തെങ്കിലും ഒരു വടിയോ അല്ലെങ്കിൽ കത്രികയുടെ തുമ്പുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെയുള്ള റിബൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും ക്യൂട്ടായിട്ടും നമുക്ക് തോന്നിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ റിബണൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിയുള്ള നമ്മുടെ ചണച്ചാക്കിൻ്റെ ചിരടുണ്ടല്ലോ, അത് തന്നെ ആയാലും ധാരാളം. ഇനി അതല്ല മറ്റെന്തെങ്കിലും ടൈപ്പ് തുണിയോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് തുണിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് നമ്മളിങ്ങനെ വെച്ചാലും കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കിട്ടാൻ മേടിക്കുന്ന ചിരടുണ്ടല്ലോ, കറുപ്പും ചുമപ്പൊക്കെ ആയിട്ട് കിട്ടുന്ന ചിരട്, ആ ചിരടാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. എൻ്റെ ചാനലിൽ ആർട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എനിക്ക് എന്താണോ ഇഷ്ടം, ഞാൻ എന്താണോ ഇഷ്ടത്തോടെ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്.